കണ്ണൂർ കൂത്തുപറമ്പിൽ ഭിന്നശേഷിക്കാരന്റെ തട്ടുകട അടിച്ച് തകർത്തു. ഇരുകാലിനും സ്വാധീനമില്ലാത്ത റഷീദിന് സുഹൃത്തുക്കൾ ചേർന്ന് പണം സ്വരൂപിച്ച് നിർമ്മിച്ചു നൽകിയ കടയാണ് നാളെ ഉദ്ഘാടനം ചെയ്യാനിരിക്കെ അടിച്ച് തകർത്തത്. ഞാൻ നമ്മുടെ കൂട്ടുകാരുടെ സഹായത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു മാർഗം എന്ന നിലയിലാണ് ഈ സംരംഭം തുടങ്ങിയത്. പാരിസ് കഫേ കാറ്ററിംഗ് സെൻറ്റർ എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. ഇത് നാളെയായിരുന്നു ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. ഇന്നലെ വൈകുന്നേരം നമ്മുടെ സുഹൃത്തുക്കൾ അയൽപക്കത്തിലെ കച്ചവടക്കാർ കൂടി നോമ്പ് സംഘടിപ്പിച്ചു. രാത്രി 1:30 മണിയാണ് ഇവിടുന്ന് പോകുമ്പോൾ ശേഷം 2 മണിക്ക് ഇവിടെ ഒരു വഴിയിൽ കൂടി നടന്നു വന്ന് ഇതിലേക്ക് കയറുകയും ആക്രമിക്കുകയും തകർക്കുകയും ചെയ്ത് തിരിച്ച് അതേ വഴിയിൽ തന്നെയാണ് പോയത്. പിന്നെ ഇവിടെ നഷ്ടപ്പെട്ടതാണെങ്കിൽ കിച്ചൺ എക്യുപ്മെൻറ്റ്സ് മൊത്തം തകർത്ത നിലയിലാണുള്ളത്. കിച്ചൻ്റെ സ്നാക്സ് റാക്കായാലും ബെഞ്ച്, ഡെസ്ക്, ഹട്ട്, അതുപോലെ തന്നെ റെഫ്രിജറേറ്റർ, മറ്റുള്ള മെഷീനറീസ്, വാട്ടർ ടാങ്ക് എല്ലാം തകർത്തിരിക്കും. അവരുടെ കയ്യിൽ ആക്രമിക്കാനുള്ള അല്ലെങ്കിൽ കൊടുവാട് പോലത്തെ ആയുധങ്ങളും കയ്യിലുണ്ടായിരുന്നതാണ് CCTV ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ പ്രതിസന്ധികളോട് പൊരുതി ഒരു മനുഷ്യൻ അയാളുടെ സ്വപ്നത്തിലേക്ക് അത് യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് ഒരു ദിവസം മാത്രം കടക്കാൻ ബാക്കി നിൽക്കെയാണ് ഇത്തരത്തിലൊരു വലിയ ക്രൂരത സംഭവിച്ചിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ മോട്ടീവ് എന്താണ്, ആരൊക്കെയാണ് പിന്നിൽ എന്നതിനെ കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും ഒരു പ്രകോപനം? സുഹൈലെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോളിയോ ബാധിച്ച് ഇരു കാലുകൾക്കും സ്വാധീനമില്ലാത്ത ജന്മനാ സ്വാധീനമില്ലാത്ത ആളാണ് ഈ അബ്ദുൾ റഷീദിന് വേണ്ടി സുഹൃത്തുക്കളാണ് ഇത്തരത്തിലൊരു തട്ടുകട ഈ നിർമ്മിച്ചു നൽകിയത്. അതിൻ്റെ ഉദ്ഘാടനമാണ് നാളെ നടക്കാനിരിക്കുന്നത്. അതിനിടെ ഇന്നലെ അവിടെ വൈകിട്ട് സമീപവാസികളായിട്ടുള്ള വ്യാപാരികളും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളും ചേർന്ന് ഒരു നോമ്പുതുറ പരിപാടിയൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. രാത്രി ഏറെ വൈകിയും 1 മണിക്ക് ശേഷവും അവിടെ ആൾക്കാരുണ്ടായിരുന്നു. ആ ആൾക്കാർ പൂർണ്ണമായും പോയതിന് ശേഷമാണ്, അതൊരു 2 മണിയോടെയാണ്, പുലർച്ചെ 2 മണിയോടെയാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നതാണ് CCTVയിൽ നിന്നും അതോടൊപ്പം തന്നെ പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 പേർ മുഖംമൂടി ധരിച്ച് അവിടെ എത്തുന്നു. ആ കട പൂർണ്ണമായും അടിച്ചു തകർക്കുന്ന നിലയിൽ ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമായി കാണാം. എന്താണ് ഇതിന് കാരണം, എന്താണ് ഇതിൻ്റെ മോട്ടീവ് സംബന്ധിച്ച് നിലവിൽ പോലീസിൻ്റെ വ്യക്തതയില്ല. ഈ അബ്ദുൾ റഷീദ് അങ്ങനെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പശ്ചാത്തലമോ ഉള്ള ആളല്ല. മറ്റെന്തെങ്കിലും വ്യക്തിവൈരാഗ്യമുള്ളതായി, ആർക്കെങ്കിലും വ്യക്തിവൈരാഗ്യമുള്ളതായും അങ്ങനെ പറയുന്നില്ല. പക്ഷേ എന്താണ് ഇതിലേക്ക് നയിച്ച കാരണം, ആരാണ് ഈ അക്രമികൾ എന്ന കാര്യത്തിൽ ഇപ്പോഴെന്തായാലും ഒരു വ്യക്തത വന്നിട്ടില്ല. കൂത്തുപറമ്പ് പോലീസ് അതിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്. ഒരു ജീവിത വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് തട്ടുകട നിർമ്മിച്ചത്. അതിൻ്റെ ഉദ്ഘാടനം നാളെ നടക്കാനിരിക്കെയാണ് ഈ അതിക്രമം ഉണ്ടായത്. പ്രതിസന്ധികളിൽ വഴുതി വീഴാതെ തന്നെ കൊണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാനാകുമെന്ന പ്രതീക്ഷയിൽ ഒരു പാവം അങ്ങനെ കാത്തിരുന്ന് ഒരു കട വെച്ച് നാളെ ഉദ്ഘാടനം ചെയ്യാനിരിക്കെ ചില സാമൂഹ്യ വിരുദ്ധർ, അവരാരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല, അങ്ങേയറ്റം ക്രൂരമായ കട അടിച്ച് തകർത്തതിന്റെ വിശദാംശങ്ങളാണ് അരുൺ പൂപ്പറമ്പ നൽകിയത്.